ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. ഇതിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഭക്ഷണങ്ങൾ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടത് ബനാനയാണ്. ബനാനയിൽ വിറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റമിൻ B6 അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളിൽ ആ ഒരു ബനാന കഴിക്കുന്നത് നമ്മുടെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് നമുക്ക് ആ ഒരു സമയത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നമുക്കറിയാം, ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് എൻഡോമെട്രിയം ലൈനിങ് അങ്ങോട്ട് ഷെഡായി പോകാതെ, അതായത് എൻഡോമെട്രിയം ലൈനിങ് അങ്ങോട്ട് അലിഞ്ഞു പോകാതെ നമ്മൾ ആ പീരിയഡ്സ് വരാതെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ ദിവസം 1-2 പഴമെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇപ്പോൾ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അവോക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ബദാം കഴിക്കുന്നത് നല്ലതാണ്. വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിസ്ത കഴിക്കുന്നത് നല്ലതാണ്. കാഷ്യൂ കഴിക്കുന്നത് നല്ലതാണ്. ഇതിലെല്ലാത്തിലും ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്, ഇപ്പോൾ ഒരു 4 ബദാം നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്നാക്കായിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും കൂടുതൽ ബദാം അങ്ങോട്ട് വാരി വലിച്ച് നമ്മൾ കഴിക്കേണ്ട. അതുപോലെ കൂടുതൽ കാഷ്യൂനട്ടും നമ്മൾ വാരി വലിച്ച് കഴിക്കേണ്ട. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കാഷ്യൂ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, ഈ ഒരു സമയത്ത് എനിക്ക് കാഷ്യൂനട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിന് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇങ്ങനെ കാഷ്യൂനട്ട് എനിക്ക് ഒരുപാട് കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ, എന്നെ കാണാൻ വരുന്നവരൊക്കെ. അന്ന് എനിക്ക് ഈ പ്രഗ്നൻസി എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല, ഇതൊന്നും എനിക്കറിയില്ല. കയ്യിൽ കാഷ്യൂനട്ട് കിട്ടിയപ്പോഴേക്കും ലാവിഷായിട്ട് അങ്ങോട്ട് കാഷ്യൂനട്ട് കഴിച്ചു. 4 കാഷ്യൂ, 3-4 വാൾനട്ട്, അങ്ങനെ മാത്രം നിങ്ങൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് മൊത്തം നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടുന്നതിനും നമ്മുടെ ശരീരത്തിന് അതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നതിനും സഹായിക്കും. ഞാൻ കഴിച്ച പോലെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊട്ടിപ്പോവുകയല്ലാതെ വേറൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് ഞാൻ കുറച്ച് മാത്രമായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അതുപോലെ ഇപ്പോൾ മാങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അധികം ഒന്നും മാങ്ങയൊന്നും കഴിക്കുന്നത് നല്ലതല്ല. കാരണം മാങ്ങ കുറച്ച് ചൂടാണ്. അതല്ലാതെ ഇപ്പോൾ ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ അവോക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ. ഈ സ്വീറ്റ് പൊട്ടറ്റോയിലും ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആ ഒരു ഇംപ്ലാന്റേഷൻ സമയത്ത് നിൽക്കുന്നവരൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗ്രീൻ കളറുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാം. നമ്മൾ ചീര കഴിക്കുന്നത് നല്ലതാണ്. ബീൻസൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. ബ്രൊക്കോളി കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ടതാണ് വാട്ടറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ഇപ്പോൾ കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വാട്ടർമെലൺ കഴിക്കുന്നത് നല്ലതാണ്. ഇതിലൊക്കെ വാട്ടറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണം വീതമെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു 2 നേരമെങ്കിലും, ഒട്ടും പറ്റില്ല എങ്കിൽ 1 നേരമെങ്കിലും നിങ്ങൾ പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാലായിട്ട് കുടിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ടാകും. എനിക്ക് പാലായിട്ട് മാത്രം കുടിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ വൊമിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാലിൽ എന്തെങ്കിലും നമുക്ക് ഇട്ട് കുടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിട്ട് കുടിക്കുക. ഇപ്പോൾ ഏതെങ്കിലും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ മദേഴ്സ് ഹോർലിക്സ് ഇട്ട് കുടിക്കുമായിരുന്നു. പ്രഗ്നൻസിക്ക് മുമ്പ് സമയത്തും അതുപോലെ ഈ സമയത്തൊക്കെ ഞാൻ ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കുടിക്കുമായിരുന്നു. ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ പാൽ ചായയായിട്ട് കുടിക്കുമായിരുന്നു. ഒരു തരി പോലും വെള്ളം ചേർക്കാതെ, കടുപ്പം ലേശം മാത്രം. ആ ഒരു ചായയുടെ ഒരു ടേസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ പാലിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകുന്ന രീതിക്ക് മാത്രം ഒരിത്തിരി കടുപ്പം ഇട്ടിട്ട് കുടിക്കും. ഒട്ടും കടുപ്പം ഇല്ലാത്ത രീതിക്ക് നമ്മൾ കുടിക്കണം. കൂടുതലായിട്ട് കടുപ്പോട്ട് കുടിച്ച് കഴിഞ്ഞാൽ ആ ചായയുടെ നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ ആ ഒരു സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചായ ഇട്ട് കുടിച്ചിട്ട് പിന്നെയും ചായയുടെ ആക്കോട് കൂടിയിട്ട് നിങ്ങൾ കഴിക്കുക. അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് വെള്ളം മാത്രമായിട്ട് കഴിക്കുക. മഞ്ഞ മാത്രമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ രാവിലെയും വൈകുന്നേരം ഒക്കെ മഞ്ഞ കൂടി കൂട്ടിയിട്ട് കഴിക്കുന്നത് കൊണ്ട് വലിയ താല്പര്യമില്ല, കഴിക്കുന്നതുകൊണ്ട് നിർബന്ധവും ഇല്ല. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം 1 നേരം മഞ്ഞയോട് കൂടി കഴിക്കുക, അല്ലെങ്കിൽ 1 നേരം നിങ്ങൾ വെള്ളം മാത്രമായിട്ട്
കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇംപ്ലാന്റേഷനെ സക്സസ്ഫുൾ ആവാനായിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീടുള്ള പ്രോസസ്സിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഓരോ വിറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ ആ ഒരു സമയത്ത് ശരീരത്തിന് വേണ്ടുന്ന ഓരോ സമയത്തും ശരീരത്തിലുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ്റെ ആ അളവ് കൂട്ടാനായിട്ട് ആ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ദിവസവും ഇതൊന്നും വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിക്കുക. ഒരു മാസം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്തത് ഡ്രോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയിക്കോണമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.